കുട്ടികളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഖുദാക്കി അപ്നി ബസ്തി എന്നുള്ള നസ്മ പഠിച്ചു. അതിലെ കുറച്ച് കുറച്ച് വാക്കുകളും അവയുടെ അർത്ഥങ്ങളുമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതിനുശേഷം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ നോക്കൂ. ഹിന്ദുസ്ഥാൻ, ഹരിയാലി, മെഹനത്ത്, റോസി, न लड़ते हैं, रहते हैं, ആപ്പസ്, ഖുഷ്ഹാലി. അപ്പോൾ ഈ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി നമ്മുടെ തഅലീമി സർഗർമിയ നോക്കാം. തഅലീമി സർഗർമിയ അറിയാലോ, പഠന പ്രവർത്തനങ്ങളാണ് അല്ലേ. ആദ്യത്തെ പഠന പ്രവർത്തനം എന്താ? നസ്മ ഖുദാക്കി അപ്നി ബസ്തി തറന്നം സെ ഗായേ. എന്ത് ചെയ്യണം? അതെ, നമ്മുടെ കവിത നമ്മൾ രീതിയിൽ പാടണം. നമ്മൾ പാടിയതാണ് അല്ലേ. ഓക്കെ, അടുത്ത പ്രവർത്തനം എന്താ? ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരൾ സബ്സെ ന്യാരാ ഹേ, നദിയാം ഉജലി സതരി ഹേ, കൈസി പ്യാരി പ്യാരി ഹേ. ഈ കവിത നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ? ഈ ഷെയർ കണ്ടിട്ടുണ്ടോ? അതെ, ഈ ഷെയർ കണ്ടിട്ടുണ്ട് അല്ലേ. എവിടെയാണ് കണ്ടത്? നമ്മളിപ്പോൾ പഠിച്ച ആ പാഠഭാഗത്തിലെ ഷെയർ തന്നെയാണ്. ഇനി ഇതിൽ 2 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. നോക്കൂ. കേരള കി നദിയാം കൈസി ഹേ, കേരള കി നദിയാം കൈസി ഹേ. നമുക്കറിയാം, ഈ ഷെയറിൽ കേരളത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ നദികളെക്കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കേരളത്തിലെ നദികൾ കണ്ടോ, നദിയാം. അപ്പോൾ കേരളത്തിലെ നദികൾ എങ്ങനെയുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം ഈ വരികളിൽ തന്നെയുണ്ട് ഇല്ലേ. എന്താ? നദിയാം ഉജലി സത്തരീഹെ. കേരളത്തിലെ നദികൾ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാൻ കഴിയും? നമ്മൾ എങ്ങനെ എഴുതുക? സെൻറ്റൻസിലാക്കി എഴുതുക. ഈ കൈസി എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യപദം അല്ലേ. ഈ ചോദ്യപദം നമ്മൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും? കേരളാക്കി നദിയാം വരെ എഴുതുന്നു. എന്നിട്ട് ഈ ചോദ്യപദത്തിന് പകരം ഈ ഉജലി സത്തരി എന്നെഴുതുന്നു. പിന്നെ ഈ ഹൈം എഴുതി പൂർത്തിയാക്കുന്നു. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഇങ്ങനെയാണ് ഉത്തരം നൽകുക. ആ ചോദ്യപദം നമ്മൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം ഏതാണോ ഉത്തരം വരിക ആ വാക്കുകൾ അതിൽ ചേർത്ത് സാധാരണ ചോദ്യം തന്നിരിക്കുന്ന ആ ഘടനയ്ക്കനുസരിച്ച് തന്നെ എഴുതി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താ? കേരളാക്കി നദിയാം ഉജലി സത്തരി ഹേ അല്ലേ. ഇനി അടുത്തത് എന്താ? കേരള മേ ബഹുത് സി നദിയാം ബഹത്തി ഹേ, ചന്ദ് നദിയോം കെ നാം ലിഖിയേ. എന്താ പറഞ്ഞത്? എന്തിൻ്റെ പേര് എഴുതണ്ടേ? അതെ, കേരള കെ നദിയോം കെ നാം ലിഖിയേ, ചന്ദ് നദിയോം കെ നാം ലിഖിയേ. അപ്പോൾ നമുക്കൊക്കെ നദികളുടെ പേരറിയാം അല്ലേ. 44 നദികളാണ് കേരളത്തിൽ ആകെയുള്ളത്. അപ്പോൾ ഒരു 3-4 എണ്ണത്തിൻ്റെ പേര് നമുക്ക് എന്തായാലും അറിയാമല്ലോ. ഓക്കെ, അറിയും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. ഒന്ന് നമുക്ക് എഴുതാം, പെരിയാറാണ് ഏറ്റവും വലുത് അല്ലേ. പെരിയാർ. പിന്നെ ഏതാ? കബനി. അടുത്തത് ഭവാനി അല്ലേ. പിന്നെയുണ്ട് പാമ്പാർ അല്ലേ. അപ്പോൾ നമ്മൾ 4 എണ്ണത്തിൻ്റെ എഴുതി. ബാക്കിയുള്ള പേരുകൾ നിങ്ങൾക്കറിയാമല്ലോ, അതും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അബ് ഹമാരെ അകലെ തഅലീമി സർഗർമി ദേഖേ അല്ലേ. അടുത്ത പഠന പ്രവർത്തനം നോക്കൂ. നാരിയൽ ഓർ സുപാരി ഹേ, ചായേ കാജു ന്യാരി ഹേ, ഹരി ഭരി ഹരിയാലി ഹേ, ഹർ ജായേ ഖുഷ്ഹാലി ഹേ. ഈ വരികളും നമ്മുടെ നസ്മിൽ നിന്നു തന്നെയാണ് അല്ലേ. അതെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ വായിച്ചു. ഇനി എന്താ ചെയ്യേണ്ടേ? ഇഷ്ആർ കോ ഔർ സേ പഠിയേ, इनमें चंद पैदावारों के नाम है, इस तरह की पैदावारों की फहरसत तैयार कीजिए. എന്താ പറഞ്ഞത്? ഈ വരികൾ നന്നായി വായിക്കുക. ഇതിൽ കുറച്ച് പൈതാവറുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ ഈ പൈതാവറുകൾ? നാരിയൽ ഒരു പൈതാവറാണ്, സുപാരി അതൊരു പൈതാവറാണ്, ചായേ ഒരു പൈതാവറാണ്, കാജു ഒരു പൈതാവറാണ്. അപ്പോൾ എന്താ പൈതാവർ എന്ന് പറഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങൾ അല്ലേ. അപ്പോൾ കാർഷിക ആദായം ലഭിക്കുന്ന വിളകളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതിൽ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. നാരിയൽ, സുപാരി, അതേപോലെ ചായേ, കാജു. ഇനി എന്ത് ചെയ്യണം?
ഇസ് തരഹ് കി പൈദാവറും കി ഫഹർസത്ത് തയ്യാർ കീജിയെ. ഇതുപോലെയുള്ള പൈദാവറുകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം, അവയുടെ പേരുകൾ ശേഖരിക്കണം. എന്നിട്ടോ കിസി ഏക്ക് പൈദാവർ പർ നോട്ട് തയ്യാർ കീജിയെ. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു പൈദാവറിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ. കേരളത്തിലെ കുറച്ച് പൈദാവറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് കാജു. കാജു എന്താ? കാജു എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതേപോലെ അടുത്തത് സുപ്പാരിയാണ്. അതേപോലെ ചായേ അല്ലേ. അടുത്തത് കാലി മിർച്ച്, കുരുമുളകിനെ പറയുന്ന പേരാണ് കാലി മിർച്ച്. അതേപോലെ ഹൽദി, മഞ്ഞൾ, അദർക്ക്, അതേപോലെ തന്നെ നാരിയൽ. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് പൈദാവറുകളാണ്. അപ്പോൾ നമുക്കിതിലെ നാരിയലിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കി നോക്കാം. നോക്കൂ, നാരിയലിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നാരിയലുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ്. നമുക്ക് നാരിയൽ മീട്ടയാണ് അല്ലേ, മധുരമുള്ളതാണെന്നറിയാം. മസേദാറാണ്, രുചികരമുള്ളതാണ്. കേരളാക്കി പൈദാവറാണ് അല്ലേ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പൈദാവറാണ് നാരിയൽ. അതേപോലെ റിയാസത്തി പേടാണ് നാരിയൽ കാ പേട്. നാരിയൽ കാ പേടാണ് നമ്മുടെ റിയാസത്തി പേട്. അതേപോലെ നാരിയൽ പാനി സിഹത്ത് അല്ലേ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, മധുരമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നാരിയലിനെ കുറിച്ച് നമുക്ക് കുറച്ച് ജുംല തയ്യാറാക്കി നോക്കാം, ഒരു നോട്ട് തയ്യാറാക്കി നോക്കാം. നോക്കൂ, നാരിയൽ കേരള കാ അല്ലെങ്കിൽ കേരള കെ അപ്നെ പൈദാവർ ഹെ. കേരളത്തിൻ്റെ സ്വന്തം പൈദാവറാണ് അല്ലേ, സ്വന്തം ഉൽപ്പന്നമാണ് കേരളം, നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ തേങ്ങ. നാരിയൽ ബഹുത്ത് മീഠാ ഹേ, മസേദാർ ഹേ അല്ലേ, മധുരമുള്ളതാണ്, രുചികരമാണ്. അതേപോലെ തന്നെ സിഹത്ത് കോ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അല്ലേ. സിഹത്ത് കെ ലിയേ ബഹുത്ത് അച്ഛാ ഹേ. പിന്നെയോ എന്തൊക്കെ കിട്ടുന്നുണ്ട് തേങ്ങയിൽ നിന്ന്? നാരിയൽ സേ തേൽ മിൽത്തേ ഹേ അല്ലേ, എണ്ണ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ നോട്ടിനെ വിപുലീകരിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് നോക്കൂ. അടുത്തതും ഒരു ഇഷാർ കൊടുത്തിട്ടുണ്ട്. ആപ്പസ് മേ ന ലഡ്തേ ഹേ മിൽജുൽ കർ ഹി രഹ്തേ ഹേ കേരൾ മേ ജോ ബസ്തേ ഹേ പ്യാരേ പ്യാരേ ഹോത്തേ ഹേ അല്ലേ. ഈ വരികളും നമ്മുടെ കവിതയിലുള്ളത് തന്നെയാണ്. ഇതിൽ കേരളീയരുടെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അല്ലേ, കേരളത്തിൽ താമസിക്കുന്നവരുടെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇനി ചോദ്യം എന്താ? കേരള കെ ലോഗ് കൈസേ ഹോത്തേ ഹേ. കേരളത്തിലെ ആളുകൾ എങ്ങനെയുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ്. ഇഷ്ആർ കി രോഷ്നി മേ നോട്ട് ലിഖിയേ. ഈ വരികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വരികളുടെ വെളിച്ചത്തിൽ അല്ലേ, നമ്മൾ വരികളെ ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ക്വാളിറ്റീസ് ഇവിടത്തെ കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ. ഒന്നെന്താ? അതെ, ആപ്പസ് മേനല്ലെടുത്തേഹേ. എന്ത് ചെയ്യുന്നില്ല, പരസ്പരം ഒരിക്കലും പോരടിക്കുന്നില്ല. പിന്നെയോ മിൽജുൽക്കർ. മിൽജുൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ അറിയാം നമുക്കിവിടുത്തെ ജനങ്ങളുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒന്ന് എഴുതിയാലോ. അതിനുശേഷം നമുക്ക് നോട്ട് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേരള കെ ലോഗ്, കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കാം അല്ലേ. അവരെക്കുറിച്ചാണല്ലോ നമുക്ക് നോട്ട് തയ്യാറാക്കേണ്ടത്. കേരള കെ ലോഗ്, കേരളത്തിലെ ആളുകൾ അല്ലേ, കേരളീയറിനെ കുറിച്ചൊരു 3-4 ഗുണങ്ങൾ പറയൂ. ഇതിൽ കവിതയിൽ തന്നെ ഉണ്ട്. ഒന്ന്, നല്ലടുത്തേഹേ, പരസ്പരം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ പോരടിക്കുന്നില്ല. അതേപോലെ മിൽജുൽക്കർ അല്ലേ, മിൽജുൽക്കർ എന്ന് വെച്ചാൽ ഒരുമിച്ച്, ഒരുമയോടെ.
അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പ്യാർ, സ്നേഹം, അതേപോലെ തന്നെ ഇത്തിഹാദ്, ഒരുമ, ഇതൊക്കെയുണ്ട് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലോ. കേരള കെ ലോഗ് ആപ്പസ് മേ ന ലഡ്തേ ഹേ, പരസ്പരം പോരടിക്കുന്നില്ല അല്ലെങ്കിൽ കലഹിക്കുന്നില്ല. പിന്നെ സബ് മിൽ ജുൽ കർ രഹ്തേ ഹേ, എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്, ഒരുമയോടെയാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ വോ ബഹ്ത് പ്യാരേ പ്യാരേ ഹോത്തേ ഹേ, അല്ലേ. അവിടുത്തെ ആളുകൾ വളരെ പ്രിയപ്പെട്ടവരാണ്. പ്യാരേ പ്യാരേ ഹോത്തേ ഹേ. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ കവിതയിൽ നിന്നുള്ള വരികൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഈ നോട്ട് തയ്യാറാക്കിയത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അടുത്ത ചോദ്യം നോക്കൂ. അഗലാ സവാൽ യേ ഹേ, പഹേലി ബൂജിയെ ഔർ ബനായിയെ. പഹേലി ബൂജിയെ ഔർ ബനായിയെ. എന്താ പഹേലി? കേട്ടിട്ടുണ്ടോ പഹേലി? മനസ്സിലായില്ല അല്ലേ. ഞാൻ 2 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കാള കിടക്കും കയറോടും. എന്താ? ഓക്കെ, മത്തനാണ്. അതെ. അടുത്തത്, ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. എന്താ ഉത്തരം? ചെരുപ്പ്. അപ്പം ഞാനിപ്പോൾ എന്താ നിങ്ങളോട് ചോദിച്ചത്? അതെ, കടങ്കഥയാണ് അല്ലേ. അപ്പോൾ കടങ്കഥയെ ഉറുദുവിൽ പറയുന്ന പേരാണ് പഹേലി. അപ്പോൾ നമുക്ക് കുറച്ച് കടങ്കഥകൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആ കടങ്കഥ എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കുകയും വേണം, ഒരു കടങ്കഥ നിർമ്മിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന കടങ്കഥയ്ക്കുള്ള ഉത്തരം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാം. നോക്കൂ, ആദ്യത്തെ ക്ലൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേരെ ബദൻ പർ കാണ്ടേ ഹേ. മേരെ ബദൻ പർ കാണ്ടേ ഹേ. എൻ്റെ ബദനിൽ, എൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? മുള്ളുണ്ട്. മേ ദുനിയാ കാ സബ്സെ ബഡാ പൽ ഹും. ഞാൻ ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പല്ലാണ്, ഏറ്റവും വലിയ ഫ്രൂട്ടാണ്. മുജ്സെ കൈ തരഹ കെ പക്വാൻ ബനായേ ജാത്തേ ഹേ. എന്നെക്കൊണ്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മേ കേരള കാ റിയാസത്തി പൽ ഹോ. അല്ലേ, മേ കേരളത്തിലെ സംസ്ഥാന ഫലമാണ്, സംസ്ഥാന ഫലമാണ്. ഞാൻ ആരാ? ബോലോ ബോലോ മേ കോൻ ഹും. അല്ലേ, ഞാൻ ആരാണ്? ആരാണ് ഞാൻ? അതെ, ആരാണ് ഞാൻ? ഞാനാണ് ചക്ക അല്ലേ. അല്ലെങ്കിൽ ഉറുദുവിൽ എന്താ പറയുക നമ്മൾ? കഠൽ അല്ലേ. എഴുതി നോക്കാം, കഠൽ. ഇനി അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മളോടൊരു കടങ്കഥ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ എന്തിനെക്കുറിച്ചാണ് പഹേലി ഉണ്ടാക്കേണ്ടത്? ആരെക്കുറിച്ചാണ്? നമ്മുടെ ഹാത്തിയെക്കുറിച്ചാണ്. നമ്മുടെ ഹാത്തിയെക്കുറിച്ചാണ് അല്ലേ. ഹാത്തി നമുക്കറിയാലോ. ഹാത്തി എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ നോട്ട് തയ്യാറാക്കേണ്ടത്, പഹേലി തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഹാത്തിയെക്കുറിച്ച്, ഹാത്തിയുടെ ഏതൊക്കെ വിശേഷണങ്ങൾ നമുക്കറിയും? ഹാത്തിയെക്കുറിച്ച് അറിയാം അല്ലേ. ഹാത്തിയുടെ നിറം എന്താ? കാലയാണ്. പിന്നെന്താ ഹാത്തിനെ കുറിച്ച് അറിയാം? ഹാത്തി ബഹുത്ത് ബഡാ ഹേ അല്ലേ. എവിടുത്തെ വലുതാണ്? അതെ, കരയിലെ വലിയ ജീവിയാണ് നമ്മുടെ ഹാത്തി. അതേപോലെ തന്നെ പിന്നെന്തൊക്കെ അറിയാം? ഹാത്തിക്ക് എന്താ പ്രത്യേകത? അതെ, ഇതാണ് ഹാത്തിയുടെ മെയിൻ പ്രത്യേകത അല്ലേ. ഒരു സൂണ്ടുണ്ട്. സൂണ്ട്, എന്താ സൂണ്ട്? തുമ്പിക്കൈ. പിന്നെന്തുണ്ട്? പിന്നെയോ? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിയാസത്തി ജാൻവറാണ് ആര്? ഹാത്തി. അറിയാലോ, റിയാസത്തി ജാൻവർ. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹാത്തിയെക്കുറിച്ച് ഒരു പഹേലി ഉണ്ടാക്കാം. അപ്പം നോക്കൂ, മേ ജമീൻ കാ അല്ലേ, കരയിലെ, ബഡാ ജാൻവർ ഹും, വലിയ ജാൻവറാണ്. പിന്നെയോ? പിന്നെ അതേപോലെ മുജേ എക്ക് സൂണ്ട് ഹേ, എഴുതിക്കൂടെ? അതെ,
മുझേ ഏക്ക് സൂണ്ട് ഹേ. പിന്നെയോ മേം കേരള കാ റിയാസത്തി ജാൻവർ ഹും അല്ലേ? റിയാസത്തി ജാൻവർ ഹും. അപ്പോൾ നമ്മൾ ഹാത്തിയെക്കുറിച്ചുള്ള പഹേലി ഉണ്ടാക്കി. ഒന്ന് വായിച്ചു നോക്കാം. മേ കാലാ ഹും, മേ ജമീൻ കാ ബഡാ ജാൻവർ ഹും, മുझे एक सूंड है, മേ കേരൾ കാ റിയാസത്തി ജാൻവർ ഹും അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത പ്രവർത്തനം खटल केरला का रियासती पल है. खटल केरला का रियासती पल है. इसी तरह केरला के रियासती परिंदा, जानवर, फूल और पेड़ के नाम खानों में लिखिए. എന്താ ചെയ്യേണ്ടത്? ചക്ക നമ്മുടെ സംസ്ഥാന ഫലമാണ്. അതേപോലെ തന്നെ കേരളത്തിൻ്റെ റിയാസത്തി പരിന്ത സംസ്ഥാന പക്ഷി, അതുപോലെ തന്നെ സംസ്ഥാന മൃഗം, സംസ്ഥാന പൂവ്, അതൊക്കെ ഉണ്ട്. സംസ്ഥാന പുഷ്പം അല്ലേ? സംസ്ഥാന പുഷ്പം, സംസ്ഥാന വൃക്ഷം, അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന കോളത്തിൽ എഴുതണം. അപ്പം ജസ്റ്റ് നമുക്ക് വേഗം ഒന്ന് എഴുതി നോക്കിയാലോ. റിയാസത്തി പരിന്ത ആരാ? റിയാസത്തി പരിന്ത അതെ വേഴാമ്പലാണ് അല്ലേ? പപ്പീഹ. റിയാസത്തി പരിന്ത ആരാണ്? വേഴാമ്പലാണ് കേട്ടോ. പപ്പീഹ. റിയാസത്തി ജാൻവർ ആരാ? റിയാസത്തി ജാൻവർ നമുക്കറിയാം ഹാത്തിയാണ്. അതേപോലെ റിയാസത്തി പൂല് അൽമത്താസ് ആണ് അഥവാ കണിക്കൊന്ന. റിയാസത്തി പേട് നമുക്കറിയാം നാരിയൽ കാ പേടാണ്. അപ്പോൾ ഇതാണ് ഈ പ്രവർത്തനം. അടുത്ത നമ്മുടെ പ്രവർത്തനം ഇസ് നസ്മി में शायर केरला की खूबसूरती बयान कर रहा है. नज्म का मतलब अपने अल्फाज में लिखिए. അതാണ് ചോദ്യം. എന്താ പറഞ്ഞത്? ഈ കവിതയിൽ ഷാഇർ കേരളത്തിൻ്റെ ഭംഗിയെ വിവരിച്ചിട്ടുണ്ട് അല്ലേ? ഭംഗിയാണ് വിവരിച്ചിരിക്കുന്നത്, മനോഹാരിതയാണ് വിവരിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നസ്മിൻ്റെ ആശയം ഒന്ന് എഴുതണം. അപ്പം നമുക്ക് ആ ആശയം ഇപ്പം നമ്മൾ പഠിച്ച ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ഈ ചോദ്യങ്ങളിലൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ നമുക്ക് മത്ലബ് എഴുതി നോക്കാം. ആശയം എഴുതണം അല്ലേ? ആ നസ്മിൻ്റെ മത്ലബ് എഴുതണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ മത്ലബ് എഴുതുന്നത്. നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കൂ, കേരൾ അല്ലേ? കേരളം, കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ചോദ്യമുണ്ടായിരുന്നു. അതേപോലെ പൈതാവർ ഉണ്ടായിരുന്നു. അതേപോലെ ലോഗ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റിയാസത്തി പൽ, റിയാസത്തി പൂൽ അല്ലേ? റിയാസത്തി പേട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതിൽ മെയിനായിട്ട് നദിയാം, പൈതാവർ, അതുപോലെ ലോഗ് ഇവ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നോട്ട് തയ്യാറാക്കാൻ പോകുന്നത്. നോക്കൂ, ഇതിൽ കേരളത്തിൻ്റെ ഭംഗിയെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചും കേരളത്തിലെ നദികളെക്കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഴുതാം. കേരള ബഹുത്ത് ഖൂബ്സൂറത്ത് ഹെ. വളരെ ഭംഗിയുള്ളതാണ് അല്ലേ നമ്മുടെ കേരളം അല്ലേ? അതെ. കേരള മേം ബഹുത് സി നദിയാം ഹോത്തേ ഹെ അല്ലേ? ഒരുപാട് നദികളുണ്ട്. പിന്നെയോ കേരളത്തിൻ്റെ നദികളുടെ പ്രത്യേകത എന്താ? നമ്മൾ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള കി നദിയാം അല്ലേ? കേരള കി നദിയാം എങ്ങനെയുള്ളതാണ്? ഉജലി സത്തരി ഹെ, നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളതാണ്. പിന്നെ നാരിയൽ, സുപ്പാരി അല്ലേ? അവയൊക്കെ നാരിയൽ, സുപ്പാരി, ചായേ, കാജു ജയ്സേ പൈതാവറുകളുണ്ട് കേരളത്തിൽ ഇല്ലേ? പൈതാവറും കേരള മേം ഹോത്തേ ഹേ കേരളത്തിലുണ്ട്. പിന്നെയോ കേരള കെ ലോഗ് ആപ്പസ് മേം മിൽജുൽ കർ രഹത്തെ ഹൈ. എങ്ങനെ താമസിക്കുന്നത്? വളരെ ഐക്യത്തോടുകൂടി ഒരുമയോടുകൂടിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ കവിതയെക്കുറിച്ചുള്ള ഒരു ചെറിയ ആശയം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അടുത്ത പ്രവർത്തനം നസ്മ ഖുദാ കി അപ്നി ബസ്തി ഔർ സെ പഠിയേ ഔർ ഹമാവാസ് അൽഫാസ് ചുൻകർ ലിഖിയേ. എന്താ ചെയ്യേണ്ടത്? അതെ, ഈ നസ്മ നന്നായി വായിച്ചിട്ട് ഇതിലെ ഹമാവാസ് അൽഫാസുകൾ കണ്ടുപിടിക്കണം. നമുക്കറിയാലോ, ഹമാവാസ് അൽഫാസുകൾ എന്ന് പറഞ്ഞാൽ ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഹരിയാലി, ഹൂഷ്ഹാലി. ഹരിയാലി കണ്ടില്ലേ, ലീ അല്ലേ, ഹൂഷ്ഹാലി കണ്ടില്ലേ, ഹരിയാലി, ഹൂഷ്ഹാലി. ഇനി ഇതേപോലെയുള്ള ഹമാവാസ് അൽഫാസുകൾ ഈ പാഠഭാഗത്തിൽ ഏതൊക്കെ ഹമാവാസ് അൽഫാസുകൾ വരുന്നുണ്ട്? ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇവിടെ പ്യാരി, ന്യാരി. പ്യാരി, ന്യാരി ഒരു ഹമാവാസ് അൽഫാസാണ്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, ഈ ജാത്തേ അല്ലേ, ജാത്തേ, അതേപോലെ തന്നെ കാത്തേ അല്ലേ, ജാത്തേ, ഖാത്തേ എന്നുള്ളതൊരു ഹമാവാസ് അൽഫാസാണ്. ലഡ്ത്തേ, രഹത്തേ, ഇതൊക്കെ ഹമാവാസ് അൽഫാസുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് എഴുതാം. ഇവിടെ ഹമാവാസ് അൽഫാസുകൾ എഴുതിയിട്ടുണ്ട്. പ്യാരി, ന്യാരി, രഹത്തെ, ബസ്തേ, കാത്തി, ജാത്തി അല്ലേ. ഇനി എന്താ ചെയ്യണ്ടേ? ഇവയുപയോഗിച്ച് മൗസൂം മിസ്രേ തയ്യാർ കീജിയെ. മൗസൂം മിസ്രേ തയ്യാർ കീജിയെ. സമാന വരികൾ നിർമ്മിക്കണം, ഉചിതമായ വരികൾ നിർമ്മിക്കണം. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കണ്ടോ. നാരിയൽ കിത്തന അച്ചാ ഹേ, പാനി കിത്തന മീട്ടാ ഹേ. ഇനി ഇതേപോലെയുള്ള വരികൾ നമ്മൾ ബാക്കി കൂടെ തയ്യാറാക്കണം. നോക്കിയാലോ ഒന്ന്. ഇനി നമ്മൾ ഇതിൻ്റെ സമാന വരികൾ തയ്യാറാക്കാൻ പോവുകയാണ്. നാരിയൽ കിത്തന അച്ചാ ഹേ, പാനി കിത്തന മീട്ടാ ഹേ. അപ്പോൾ നാരിയൽ അറിയാം, തേങ്ങ അല്ലേ, തേങ്ങ. അതുപോലെ തന്നെ പാനി, അതിൻ്റെ വെള്ളം അല്ലേ. ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാരിയൽ നിന്ന് കിട്ടുന്ന നാരിയലിൻ്റെ വേറെ കുറച്ച് ഉൽപ്പന്നങ്ങളില്ലേ, അത് നമുക്ക് രണ്ടെണ്ണം പഠിച്ചു നോക്കാം. ഒന്ന് ഇളനീര്. ഇളനീരിനെ പറയുന്ന ഉറുദു വേർഡാണ് ഡാബ്. അതേപോലെ ലൂബ. ലൂബ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചിങ്ങ. അച്ചിങ്ങ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ നെച്ചിങ്ങ, മെച്ചിങ്ങ എന്നൊക്കെ പറയും, അത് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവ വെച്ച് നമുക്ക് ഈ ഹമാവാസ് അൽഫാസും വെച്ച് ഇതേപോലെയുള്ള മൗസൂ മിസ്രയ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. നോക്കൂ, നാരിയൽ കിത്തന അച്ചാഹെ എന്ന് പറഞ്ഞ പോലെ ഡാബ്, ഡാബ് ബി പ്യാരി, പ്യാരി ഹേ അല്ലേ. പ്യാരി നമ്മൾ ഈ ഹമാവാസ് അൽഫാസാണ് ഉപയോഗിക്കുന്നത്. പ്യാരി, പ്യാരി ഹേ. ലൂബ, ന്യാരി, ന്യാരി ഹേ. ലൂബ, ന്യാരി, ന്യാരി ഹേ. അതേപോലെ ബസ്തി ഭർപൂർ രഹത്തെ ഹേ. खुशहाली में बसते हैं. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ തയ്യാറാക്കിയേ ഉള്ളൂ. ഇതുപോലെയുള്ള മൗസൂ മിസ്രയെ നമുക്ക് ഇനിയും തയ്യാറാക്കാൻ കഴിയും. അടുത്ത ചോദ്യം നോക്കിയാലോ. അടുത്ത ചോദ്യം നോക്കൂ. കഥകളി, ജഹാസ് റാണി, പുലികളിയോർ ഒപ്പന, കേരള കെ ഫൻഹയാറോ, കോൽക്കളിയോർ അറബന, ഷായിറോं की कमी नहीं है, സാഹിറോं की है कितार, കുഞ്ചൻ തുഞ്ചൻ പൂന്താനം, എം ടി മോയിൻകുട്ടി സർവർ. ഇതൊരു ഇഷ്ആറാണ് കേട്ടോ, ഒരു കവിതയിലെ ഇഷ്ആറാണിത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാടി നോക്കിയാലോ. കഥകളി, ജഹാസ് റാണി, പുലികളിയോറൊപ്പന, കേരള കെ ഫൻഹയാറോ, കോൽക്കളിയോർ അറബന, ഷായിറോं की कमी नहीं है, സാഹിറോं की है कितार, കുഞ്ചൻ തുഞ്ചൻ പൂന്താനം, എം ടി മോയിൻകുട്ടി സർവർ അല്ലേ. അപ്പോൾ ഇതൊരു ഇഷ്ആറാണ്, ഒരു കവിതയിലെ ഇഷ്ആറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ഇൻ ഇഷാർ മേ കേരള കെ ചന്ദ് ഫുനൂൻ കെ നാം ആയേ ഹേ. ഫുനൂൻ കലകൾ, കലകളുടെ പേരുകൾ വന്നിട്ടുണ്ട്. ചുൻകർ ലിഖിയേ, അവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള കലകൾ? അതെ, ഒന്ന് കഥകളിയുണ്ട്, അടുത്തത് ജഹാസ് റാണി ഉണ്ട്. എന്താ ജഹാസ് റാണി?
വള്ളംകളി കേട്ടോ. വള്ളംകളിയെ പറയുന്ന പേരാണ് ജഹാസ് റാണി. പുലികളി, ഒപ്പന, അതേപോലെ കോൽക്കളി, അറബന അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള കലകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ആ ഫുനൂനുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. കഥകളി, അറബന, ഒപ്പന, പുലികളി, ജഹാസ് റാണി, കോൽക്കളി. അപ്പോൾ ഇതോടുകൂടി ഈ പ്രവർത്തനം ഇവിടെ കഴിഞ്ഞു. ഇനി ദേഗർ സർഗർമി അല്ലേ, ദീഗർ സർഗർമി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? കേരള की बारे में बहुत सी नज़में लिखी गई है, उन नज़मों को ढूंढ कर लिखिए और क्लास में पेश कीजिए. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? തുടർ പ്രവർത്തനങ്ങളാണ്. കേരളത്തിനെക്കുറിച്ച് ഇനിയും ഒരുപാട് നസ്മുകളുണ്ട്, ഒരുപാട് പദ്യങ്ങളും കവിതകളും പാട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ പദ്യങ്ങളെ കുറച്ച് ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ തീരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ശുക്രിയ.